മറ്റുള്ള മനുഷ്യരുടെ ജീവിതം നമ്മൾ നോക്കിക്കോ, ദൈവം ഇവരൊക്കെ എന്നാ സുഖ, ദൈവം ഇവരെയൊക്കെ തന്നെ അനുഗ്രഹിക്കണേന്ന് തോന്നുന്നു. നമ്മളെയൊന്നും അനുഗ്രഹിക്കുന്നില്ല. ഇവരൊക്കെ രക്ഷപ്പെട്ട് പോകുക. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴോ നമുക്ക് ഓർമ്മ വെച്ച നാള് മുതലേ ഈ കഷ്ടപ്പാട്. ചിലർ പറഞ്ഞില്ലേ, എന്റെ അച്ഛ ജനിച്ചു വീണത് തന്നെ കഷ്ടപ്പാടിന്റെ അകത്തേക്കാ. പ്രിയമുള്ളവരെ, ചിലരുടെ ജീവിതത്തിൽ എപ്പോഴും സുഖവും സന്തോഷവും മാത്രം, അങ്ങനെ ഇല്ലെന്നേ. ചിലരുടെ ജീവിതത്തിൽ എപ്പോഴും സങ്കടവും ദുഃഖവും മാത്രം, അങ്ങനെയില്ല. നമ്മുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പം. വചനം പറയാ, നിന്റെ കാഴ്ച തെളിയാൻ കണ്ണിലെഴുതാനുള്ള അഞ്ജനം നീ എന്നോട് ചോദിച്ചു വാങ്ങുക. എത്ര വലിയ തകർച്ച വന്നാലും എത്ര വലിയ പ്രതിസന്ധി വന്നാലും ശരി, തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ബലം ഞങ്ങൾക്ക് തരണേ. നീ ഞങ്ങളുടെ ദൈവമാണെന്ന് ഞങ്ങൾക്കറിയാം, നീ സർവശക്തനാണെന്ന് ഞങ്ങൾക്കറിയാം, നീ മാത്രമേ ദൈവമുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം, നീ ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാന്ന് ഞങ്ങൾക്കറിയാം, നിനക്ക് ഞങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നറിയാം, അത് നന്മയായിട്ടുള്ളതാണെന്നറിയാം, നീ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യില്ലെന്നറിയാം. ഇതെല്ലാം അറിയാമെങ്കിലും എന്റെ ദൈവമേ, ഒരു പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ ഞാൻ തളർന്നു പോകുന്നുണ്ട്. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ള സർവശക്തനായ ദൈവമേ, നിന്റെ അനന്തമായ ശക്തി ഈ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണേ. ഏത് ദുഃഖം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് തളർച്ച വന്നാലും, മുന്നോട്ട് ഇനി എങ്ങനെയെന്ന് അറിയാൻ പാടില്ലാതെ വഴിമുട്ടി നിൽക്കുന്ന സമയങ്ങളിലും എന്റെ ദൈവം, എന്റെ സർവശക്തൻ, അവൻ എന്റെ തണലായി, അവൻ എന്റെ ശക്തിയായി, അവൻ എന്നെ പിടിച്ചു നിർത്തുന്ന ബലമായി എന്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കാൻ കർത്താവെ എന്നെ പഠിപ്പിക്കണേ.